ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ ദേവദാസൻ്റെ ശുശ്രൂഷ TV കാണാൻ തുടങ്ങിയിട്ട് അധികമായില്ല, 1 മാസമേ ആയുള്ളൂ. 1 മാസം മുമ്പ് ഞാൻ TV പെട്ടെന്ന് ഓൺ ചെയ്തപ്പം ദേവദാസൻ്റെ ശുശ്രൂഷ കേട്ടു. ആ ശുശ്രൂഷ കേട്ട ആ സമയം മുതൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എനിക്ക് വീട്ടിലിരുന്ന് നിറയാൻ ദൈവം എന്നെ അഭിഷേകം തന്നു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മോളെ ഒരു 5 സെൻറ്റ് സ്ഥലം മേടിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു, ഒരിടത്തും കിട്ടുന്നില്ല. ദേവദാസൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഏറ്റവും വില കുറച്ച് ഏറ്റവും നല്ലൊരു സ്ഥലം എൻ്റെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കണമെന്ന്. അന്നത്തെ പ്രാർത്ഥനയിൽ ദേവദാസൻ ഇങ്ങനെ, എൻ്റെ മോളുടെ പേര് രജനി എന്നാണ്. പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, രജനി എന്ന് പേരുള്ള ഒരു ആളിനെ കാണുന്നു, അതിൻ്റെ ഭവനത്തിലെ കാര്യങ്ങൾക്കൊക്കെയും കർത്താവ് ക്രമീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അത്യന്തം സന്തോഷത്തോടു കൂടി, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ മകളോട് ഞാൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഞാൻ മാത്രം എൻ്റെ വീട്ടിൽ വിശ്വാസത്തിലുള്ളൂ, എൻ്റെ മക്കൾ ഹൈന്ദവ വിശ്വാസത്തിലാണ്. അവളോട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ വിശ്വസിച്ചില്ല. ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ എന്നോട് വിളിച്ചു ചോദിച്ചു, അമ്മ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു. മോനെ, അമ്മ ഇങ്ങനെ ഒരു പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ പേര് വിളിച്ചു പറഞ്ഞു, ഭവനത്തിലെ കാര്യത്തിന് ദൈവം അത് ക്രമീകരിക്കുന്നു എന്ന് പറഞ്ഞു. അവളത് വിശ്വസിച്ചില്ല. അമ്മയെ സ്ഥലം ഉറച്ചു എന്നോട് പറഞ്ഞു. ദൈവത്തിന് കോടാനുകോടി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്ഥലത്തിന് വേണ്ടി അതിനു മുമ്പേ ഒത്തിരി നോക്കിയായിരുന്നു, ഒത്തിരി നടന്നതാ. 2-3 സ്ഥലത്ത് പോയിട്ട് ഒന്നും ഒത്തില്ല, എങ്ങും കിട്ടിയില്ല. പക്ഷേ ഈ പ്രാർത്ഥന കഴിഞ്ഞതോടെ സ്ഥലം കിട്ടി. ഹല്ലേലൂയ. കരങ്ങളൊന്ന് തട്ടി കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നവർ.